പ്രൈസ് ദ ലോർഡ്. നാളെ 4 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നാളെ 4 മണിക്ക് എണീക്കട്ടെ. റെഡി? നാളെ 4 മണിക്ക് എന്നോടൊപ്പം എണീക്കാനുള്ളവർ കരമുയർത്തും. ഇതാ, നിങ്ങൾ റെഡിയാണോ? നാളെ മാത്രമോ? നാളെ മുതൽ എല്ലാ ദിവസവും ജീവിതകാലം മുഴുവനേക്കും സെറ്റ് ചെയ്താലോ? റെഡി? അപ്പോൾ നാളെ മുതൽ ജീവിതകാലം മുഴുവൻ 4 മണിക്ക് എണീറ്റ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ആത്മാവിനെ കോർത്തിണക്കണമേ. ആമേൻ. അപ്പോൾ അങ്ങനെ ധ്യാനം അവസാനിച്ചു. CD എല്ലാം റെഡിയാണ്. USB ഡ്രൈവ് പറഞ്ഞിട്ടുള്ളവർ അതും റെഡിയാണ്. എല്ലാം റെഡിയാണ്. അതെല്ലാം നിങ്ങൾക്ക് കൊണ്ടുപോകാം. പ്രൈസ് ദ ലോർഡ്. എന്താ പറയാനുണ്ട്? ജെറുസലേം കം. ബ്രദർ ചോദിച്ചു, പറഞ്ഞു ആർക്കെങ്കിലും അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ടെങ്കിൽ പങ്കുവെച്ചോളാൻ. അനുഭവം പങ്കുവെക്കാൻ പലരുടെയും മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും പോകാനുള്ള ഒരു തിടുക്കമായതുകൊണ്ട് അവർ യേശു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരുടെയും ഉള്ളിൽ നല്ല അനുഭവമുണ്ട്. ഒറ്റ ഒരു കാര്യം ഞാൻ പറയാം. എനിക്കിന്ന് ലാസ്റ്റ് കിട്ടിയ ഒരു കാഴ്ച എല്ലാവർക്കും വേണ്ടി പറയുകയാണ്. പിതാവായ ദൈവം നമ്മളോട് പറയുന്നു, ഇതാ ഞാൻ എൻ്റെ ഏകജാതനെ, എൻ്റെ പുത്രനെ നിനക്ക് തരുന്നു. നീ എടുത്തു, ഉമ്മ വെച്ചോ, ഹൃദയത്തിൽ ചേർത്ത് വെച്ചു, സ്വന്തമാക്കിക്കോ, അനുഭവിച്ചോ. അവനോടൊപ്പമായിരുന്നു, അവനെ കൊടുത്തോ, അവൻ്റെ വേല ചെയ്തോ, അവൻ്റെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് അനേകരെ കൊണ്ടുവന്നു. അതൊരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. നമ്മളോട് ലാസ്റ്റ് ഒരു സന്ദേശമായിട്ട് പിതാവ് നമ്മളോട് പറയുന്ന സന്ദേശമാണ്. നമുക്ക് അപ്രകാരം ചെയ്യാം. ഈ ധ്യാനത്തിലെ ഒരു കാര്യം ഞാൻ പറയാം. ഈ ധ്യാനം ഇവിടെ അറേഞ്ച് ചെയ്തത് നമ്മൾ വളരെയധികം പ്രാർത്ഥിച്ച് ചെയ്തതാണ്. ഇതിലേറെ സിസ്റ്റേഴ്സിനെ അവധിക്കാലമായിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പങ്കുകൊണ്ടേനെ. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒത്തിരി പേരുണ്ടായിരുന്നെങ്കിൽ എന്ന്? അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്താൽ നന്നായിരിക്കും. ഞാൻ അടുത്ത മെയ് മാസത്തിലുണ്ട്. ഏപ്രിൽ മാസത്തിൽ ശുശ്രൂഷകർക്ക് വേണ്ടിയുണ്ട്, മെയ് മാസത്തിൽ സിസ്റ്റേഴ്സിന് വേണ്ടിയുണ്ട്. അതുകൊണ്ട് സിസ്റ്റേഴ്സൊക്കെ അവനവൻ്റെ മടങ്ങളിലും കോൺഗ്രിഗേഷനും ഒക്കെ അത് പറഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യണം. വെറുതെ പറഞ്ഞേച്ചിരുന്നാൽ പോരാ, വർക്ക് ചെയ്താലേ ആളുകൾ വരത്തുള്ളൂ. നന്നായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി സിസ്റ്റേഴ്സിനെയൊക്കെ ഓർമ്മപ്പെടുത്തി, അധികാരികളെയൊക്കെ ഓർമ്മപ്പെടുത്തി, ജ്ഞാനം കൊണ്ട് എല്ലാവരെയും പൊതിഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. പിന്നെ കാർമൽ മൗണ്ടിൻ്റെ പ്രോഗ്രാം ഷീറ്റ് നിങ്ങൾക്ക് തന്നു വിടും. പ്രോഗ്രാം ഷീറ്റ്. പിന്നെ ഞങ്ങളുടെ ഒരു മാഗസിനുണ്ട്, കനൽ എന്ന് പറയുന്നത്. നിങ്ങൾ കാത്തു പിടിച്ചത് ഇപ്പോൾ ഇവിടെ സമയം കളയാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പാസ് ചെയ്തു. പ്രോഗ്രാം മറ്റുള്ളവർക്ക് കൊടുത്ത് ധ്യാനത്തിന് ആളുകളെയൊക്കെ പറഞ്ഞു വിടുന്ന ഒരു ശുശ്രൂഷ ദൈവവേല ആദ്യം ചെയ്യുക, കളമൊരുക്കുക. പിന്നെ കനൽ എന്ന് പറയുന്ന ഒരു മാസിക നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കോപ്പി തന്നു വിടുന്നതായിരിക്കും. അത് ദൈവവേലയായിട്ട് കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കൂടുതൽ വേണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പം ബ്രദർ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നന്നായിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ആ സഹോദരിക്ക് പ്രത്യേകം നന്ദി പറയുന്ന എല്ലാവരുടെയും പേർക്ക്. ഇനിയും കൂടുതലായിട്ട് ഒരു വിശുദ്ധൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ പറയട്ടെ. അദ്ദേഹം പറഞ്ഞു, മദർ തെരേസയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഓരോ ആളിനെ കുറിച്ച് ദൈവത്തിന് യുണീക്കായിട്ടുള്ള ഒരു കാര്യസം കൊടുത്തിട്ടുണ്ട്. ഒരുത്തരും മറ്റൊരാളെ പോലെ വിശുദ്ധരായി ഇമിറ്റേറ്റ് ചെയ്താകണമെന്ന് ആഗ്രഹിക്കുന്നില്ല സ്വർഗം. പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും വിശുദ്ധരാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു വലിയ വിശുദ്ധന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നതും. ഒരു ജീവിത വിശുദ്ധിയുടെ നിറകുടമായിട്ട് ദൈവം യുണീക്കായിട്ട് ഒരു വിശുദ്ധരാകാനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ബ്രദറിന്റെ ധ്യാനം കൂടാനാണ് നമ്മളെ പ്രത്യേകമായിട്ട് വിളിച്ചുകൊണ്ട് വന്നത്. അതിന് നമ്മൾ വലിയൊരു അനുഗ്രഹമാണ്. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ജീവിത സാക്ഷി വരുന്നില്ല. മീഡിയ ഈസ് ദ മെസ്സേജ് എന്ന് പറയും. തന്ന സന്ദേശം തന്നെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ആ ബ്രദറിന്റെ ടീമിനും എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി നന്ദി പറയുന്ന ക്ലാപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ സാക്ഷികളായി തീരാൻ അദ്ദേഹം നമ്മളെ പ്രചോദിപ്പിച്ചു. ഇതിന് നന്ദി. താങ്ക് യു. ഇത് 20 വർഷം മുമ്പുള്ള പരിചയമാണ്. ഇവിടുത്തെ കൺവെൻഷൻ ആദ്യം തുടങ്ങിയപ്പോൾ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ എല്ലാവരും വേഗം ഓടിപ്പോയി ചായ കുടിച്ച് വീട്ടിൽ പോകാൻ നോക്കേ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ബോലോ പ്രഭു യേശു ക്രിസ്തു കീ.